മലയാള സിനിമയിലെ സകലകലാവല്ലഭരായ താരങ്ങളിൽ എല്ലാവർക്കും പ്രിയങ്കരിയാണ് അഭിനേത്രി രമ്യ നമ്പീശൻ. 39-കാരിയായ താരം 20 വർഷത്തിന് ഏറെയായി തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമാണ്. നടി എന്നതിലുപരി ഗായികയും നർത്തകിയും അവതാരികയും എല്ലാമാണ് രമ്യ നമ്പീശൻ. മലയാളത്തിന്റെ തുടക്കമെങ്കിലും തമിഴ് സിനിമയിലൂടെ രമ്യ ആരാധകരെ സമ്പാദിച്ചത്. സോഷ്യൽ മീഡിയയിലും രമ്യ വളരെ സജീവമാണ്. നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാനുള്ള ചുരുക്കം ചില അഭിനേതരിൽ ഒരാൾ കൂടിയാണ് രമ്യ. നടി പങ്കുവച്ച പുതിയ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലോട്ടസ് പ്രിന്റിലുള്ള സിമ്പിൾ വൈറ്റ് സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് നടി ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. സാരിക്കിണങ്ങുന്ന സിമ്പിൾ മേക്കപ്പും ആഭരണങ്ങളും മാത്രമാണ് താരം ഉപയോഗിച്ചിരിക്കുന്നത്. നടി ശ്രദ്ധ അടക്കമുള്ള രമ്യയുടെ സുഹൃത്തുക്കളും ആരാധകരും ഫോട്ടോയ്ക്ക് കമന്റുമായി എത്തി. "പൂ പോലെ മനോഹരി" എന്നാണ് രമ്യയുടെ സാരി ലുക്കിനെ പ്രശംസിച്ച് കുറിച്ചത്. 40കളോട് അടുക്കുകയാണ്, വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ആരാധകർ കുറിക്കുന്നു. സിനിമകൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ് രമ്യ. 2022 മുതൽ 2024 വെറും 4 സിനിമകൾ മാത്രമേ രമ്യ ചെയ്തിട്ടുള്ളൂ. അതിൽ പീസ്, ഹെയർ എന്നിവ നടിയുടെ പഠനം ശ്രദ്ധിക്കപ്പെട്ടു. തമിഴിൽ 2022നും 2023നുമായി 5 സിനിമകളിൽ രമ്യ അഭിനയിച്ചു. അതേസമയം വെള്ളിത്തിരയിൽ ഒരിക്കൽ കൂടി പിന്നണി ഗായികയാകാനുള്ള ഒരുക്കത്തിലാണ് നടി. "മച്ചാന്റെ മാലാഖ" എന്ന സിനിമയിലെ ഔസേപ്പച്ചൻ ഈണം പകർന്ന രമ്യ നമ്പീശൻ ആലപിച്ച് സിന്ധു സണ്ണി വരികൾ നൽകിയ "കറക്കം" എന്ന് തുടങ്ങുന്ന ഗാനമാണ് രമ്യയുടെ ശബ്ദത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. "അണ്ടേ ലോണ്ട" എന്ന് തുടങ്ങുന്ന നാടൻ പാട്ട് പാടിയാണ് രമ്യ നമ്പീശൻ പിന്നണി ഗാനരംഗത്ത് ചുവടുവയ്ക്കുന്നത്. പാട്ട് വലിയ ഹിറ്റായിരുന്നു. ഏറെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമായതുകൊണ്ട് തന്നെ തുടർന്ന് നിരവധി സിനിമകളിൽ പിന്നണി പാടാൻ രമ്യയ്ക്ക് സാധിച്ചു. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും രമ്യ പിന്നണിയായി പാടിയിട്ടുണ്ട്. ബാച്ചലർ പാട്ടിൽ വിജയനസരഭി എന്ന ഗാനം ആലപിച്ചതും അഭിനയിച്ചതും രമ്യ നമ്പീശനായിരുന്നു. വിജയ് സേതുപതി രമ്യ നമ്പീശൻ ജോഡിയിൽ പിറന്ന സിനിമകൾക്കാണ് ആരാധകർ